നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അതേ സമയം തന്നെ കാന്തപുരം ഉസ്താദ് ചില ആളുകളെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അമുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, എല്ലാ അമുസ്ലിമീങ്ങളെയും കൊന്നുകളയണം എന്നൊക്കെയാണ് ഇസ്ലാമിന്റെ നയങ്ങളെന്ന് ഇവിടെ കുപ്രചാരണം നടത്തുന്ന ശരിയായ ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ അവന് വല്ലാതെ വേദനിക്കും. കാരണം ഒരു മതത്തിന് നേരെ അത്രയും വലിയ കള്ളപ്രചരണങ്ങളാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയാണ് കേരളത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇത്തരം ആളുകളെ പരാജയപ്പെടുത്തുന്നു, അവർക്ക് ശക്തമായ മറുപടി നൽകുന്നു. കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നല്ല, തൂക്കുകയറിലേക്ക് എത്താനിരിക്കുന്ന നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള വഴി അന്വേഷിക്കുകയായിരുന്നു. മാനുഷികമായ പരിഗണനയാണ് ഇവിടെ നൽകുന്നതെന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇസ്ലാം എപ്പോഴും നൽകുന്നത് ഇത് തന്നെയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, മുസ്ലിമീങ്ങളുടെ ആധികാരികമായ കർമ്മശാസ്ത്ര നിയമങ്ങൾ പറയുന്ന ഫത്വകൾക്കെല്ലാം ആധാരമാക്കുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ് എന്നറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഒരു നാട്ടിൽ അന്യ മതവിശ്വാസിയായ ഒരാൾ, അദ്ദേഹത്തിന് ഭക്ഷണത്തിന് ഗതിയില്ല, പാർപ്പിടത്തിന് ഗതിയില്ല, വസ്ത്രത്തിന് ഗതിയില്ല, അതായത് അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നുവെങ്കിൽ തീർച്ചയായും ആ നാട്ടിലെ മുസ്ലിങ്ങളിൽ സമ്പന്നരായ ആളുകൾക്ക് ആ വ്യക്തിക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകൽ അനിവാര്യമാണ്, അല്ലെങ്കിൽ അവന് ദൈവശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അത്തരം കാര്യങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നാണെങ്കിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ ഒരു സഹോദരിയെ രക്ഷിക്കാൻ എങ്ങനെ കാന്തപുരം ഉസ്താദ് വരും? അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. മാത്രമല്ല യമനിലുള്ള പണ്ഡിതന്മാരാണ് ഇപ്പോൾ ഈ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ അവർക്കാർക്കും നിമിഷപ്രിയ എന്ന് അറിയപ്പെടുന്ന സഹോദരിയോട് ഒരു കടപ്പാടുമില്ലല്ലോ. പക്ഷെ അവർക്ക് മതത്തിൽ അതിന് നിയമമുള്ളത് കൊണ്ടാണ് കൃത്യമായ കാര്യം നിർവഹിക്കുന്നത്. കാന്തപുരം ഉസ്താദും മതം അനുവദിക്കുന്നത് കൊണ്ടാണ് ആ കാര്യം നിർവഹിക്കുന്നത്. കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നാണെങ്കിൽ വധിക്കപ്പെടാൻ നിൽക്കുന്ന ഒരു സഹോദരിയെ എന്തിന് ഇവർ രക്ഷിക്കണം? അവിടെയാണ് കാന്തപുരം ഉസ്താദ് എന്താണ് ഇസ്ലാമിന്റെ നിയമങ്ങളും നയങ്ങളുമെന്ന് ഈ കേരളത്തിലെ മലയാളികളെ മൊത്തം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ചില ആളുകളെങ്കിലും പറയുന്നത് കേട്ടു, ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെ എതിർത്തിരുന്ന ആളുകളിൽ നിന്ന് ഇത്തരം വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു എന്നത് കാന്തപുരം ഉസ്താദ് ഇസ്ലാമിനെ കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണ ഈ കേരളത്തിലെ മലയാളികൾക്കിടയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു എന്നത് തന്നെയാണ്. അവിടെയാണ് ഒരു ഇസ്ലാമിക പണ്ഡിതൻ വിജയിക്കുന്നത്. ദീർഘകാലം കത്തിയും വാളുമെടുത്ത് തീവ്രവാദം പഠിപ്പിച്ച് ഇതിനെയൊക്കെ പ്രതിരോധിക്കണമെന്ന് മുസ്ലിങ്ങളിലെ പാവപ്പെട്ട ചില ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില വളഞ്ഞ ഇസ്ലാമിന്റെ ആളുകൾക്ക് ഇതിൽ കുരുപൊട്ടുന്നതിന്റെ കാരണം കത്തികൾക്ക് പ്രസക്തി ഇല്ലാതെ ആയിപ്പോയി, അല്ലെങ്കിൽ തീവ്രവാദം ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പ്രസക്തിയില്ല. സമാധാനത്തിന്റെ വഴികളിലൂടെ വലിയ പ്രചാരണങ്ങളെ കാന്തപുരം ഉസ്താദ് എടുത്തെറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക ഘടകങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ ഇസ്ലാം വിരുദ്ധ തീവ്ര സ്വഭാവമുള്ള ചില ആളുകൾക്കുമാണ് ഈ വിഷയത്തിൽ വലിയ പ്രശ്നമുള്ളത്. കാരണം അവർക്ക് രണ്ടുപേർക്കും സമാധാനം ഇഷ്ടമില്ല. അവർ രണ്ട് വിഭാഗവും ഇവിടെ തീവ്രതയും ഭീകരതയും സൃഷ്ടിച്ച് ഭരണം കൈയാളണമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടേതും അത് തന്നെയാണ്, അപ്പുറത്തുള്ള വിരുദ്ധ കക്ഷികൾ അവരും അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. അവിടെയാണ് സമാധാനത്തിന്റെ നായകനായി വന്ന കാന്തപുരം ഉസ്താദിനെ അവഹേളിക്കാൻ നിമിഷപ്രിയയെ തൂക്കിലേറ്റിയാലും വേണ്ടിയില്ല, വധിച്ചാലും വേണ്ടിയില്ല. കാന്തപുരം ഉസ്താദിന്റെ നയങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ റിയൽ കേരള സ്റ്റോറി ഇവിടെ ഉണ്ടാകും. ആ സ്റ്റോറിയല്ല അവർക്ക് ആവശ്യം. ഇവിടെ സംഘപരിവാർ പ്രചരിപ്പിച്ച തീവ്രവാദം നിറഞ്ഞ കേരളത്തിന്റെ സ്റ്റോറിയാണ് ഈ പറഞ്ഞ ചില ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിന് ആവശ്യം. കാരണം മുസ്ലിം വിഭാഗങ്ങളെ തീവ്രവാദത്തിലൂടെ അവരുടെ രാഷ്ട്രീയ പക്ഷത്തേക്ക് കൂട്ടിച്ചേർത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് മുസ്ലിങ്ങളെല്ലാം അന്യമതസ്ഥരെ കൊല്ലുന്നവരാണെന്ന് പ്രചരിപ്പിച്ചിട്ട് വേണം വോട്ടും ഭരണവും ഒക്കെ നേടാൻ. അതുകൊണ്ട് തന്നെ അവരും അത് പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് കാന്തപുരം ഉസ്താദിനെതിരെ ഇക്കാലമത്രയും ഈ ദുഷ്പ്രചരണങ്ങൾ നടത്തിയ ഇത്തിക്കണ്ണികളുടെ ലക്ഷ്യമെന്തായിരുന്നു എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിലെ കേരളത്തിലെ ബുദ്ധിജീവികൾക്കെല്ലാം കാര്യം ഇപ്പോൾ വ്യക്തമായി. കാന്തപുരം ഓരോ കാര്യങ്ങളും മതത്തിനകത്തും പുറത്തുമുള്ളതെല്ലാം ഇടപെടുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ന്യൂനപക്ഷ മുസ്ലിം വിഭാഗം എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നവർക്ക് അതിന് മറുപടി കിട്ടിയിരിക്കുന്നു. ഒന്നാമത്തേത്, സമാധാനത്തിന്റെ നായകനാണ്
കാന്തപുരം ഉസ്താദ് എന്നതാണ്. രണ്ടാമത്തേത്, ഞങ്ങളും മുസ്ലിം സമുദായത്തിലെ സംഘടനകളാണ്, പക്ഷെ കാന്തപുരം വളരുന്നു, ആ വളർച്ചയിലുള്ള അസൂയയാണ്. ഇതെല്ലാം ഇപ്പോൾ കേരളത്തിലെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മതഭേദമന്യേ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്.